തീർച്ചയായിട്ടും സാറേ. സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് മുഴുവനും സാറിന്റെ കൂടെ ഉണ്ടാവും സാറേ. ഫയലെല്ലാം ചെക്ക് ചെയ്തോ? ഫയലെല്ലാം മുഴുവനും ഞാൻ ചെക്ക് ചെയ്തായിരുന്നു സാറേ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ലൊരാളെ അയച്ച് സംഗതി ക്ലോസ് ചെയ്തേക്കാം സാർ. എന്തെങ്കിലുമൊക്കെ ചെയ്യ്, നാട്ടുകാരെ ഒന്നും അറിയിക്കരുത്. ഓക്കെ സാർ, താങ്ക് യു സാർ. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് ആലോചിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. മിനിസ്ട്രിയുടെ ഏരിയയിൽ ജാക്സൺ എന്ന് പറഞ്ഞൊരു പ്രേതം ശല്യം ചെയ്യുവാത്ര. നാട്ടുകാരെല്ലാരും കൂടി കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അതെന്താ ഏതാ നോക്കാൻ പറയുക. ഇപ്പോഴും പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? റൂമർ ആയിരിക്കും സാർ. റൂമറാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മിനിസ്റ്റർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഈ കാശിന് കൊള്ളാത്ത കേസ് അന്വേഷിക്കാൻ ആരെ വിടുക? ജഗദീശ്വരൻ കൊടുത്ത അസൈൻമെന്റ് 4 സക്സസ്സാ. ഇതുവരെ ഒരു ഫെയിലിയർ പോലും ഇല്ല സാർ. നെക്സ്റ്റ്. ഗൗതമൻ ഏൽപ്പിച്ച അസൈൻമെന്റിൽ 3-ൽ 2 സക്സസ്, 1 മാത്രം ഫെയിലിയർ ആയി സാർ. നെക്സ്റ്റ്. ഇത് പ്രഭാകരൻ. ഒന്ന് പുറകിലോട്ട് പോയേ, പറയാം. ഇല്ല, അത് വേണ്ട സാർ. ഈ പ്രൊഫൈൽ നോക്കാം സാർ. അല്ല, ഞാൻ പറഞ്ഞ പ്രൊഫൈൽ ഇട്. പ്രീവിയസ് ഓപ്പൺ ചെയ്. അല്ല, ഇവര് ട്വിൻസ് ആണോ? അല്ല സാർ, ഫോട്ടോഷോപ്പിൽ ചെയ്ത ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുക. പൊങ്ങച്ചത്തിന് വേണ്ടിയോ? ഇതുവരെ ഇവൻ ഒരു അസൈൻമെന്റ് പോലും ചെയ്തിട്ടില്ല. എന്നാലേ ബിൽഡപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കനാ സാർ. 3 മാസമായി മെഡിക്കൽ ലീവ് എടുത്തിട്ട് കല്യാണത്തിന് വേണ്ടി പെണ്ണ് തേടിക്കൊണ്ടിരിക്കുക സാർ. അപ്പൊ ഇവനാണ് ശരിയായ ആൾ. ഇവനെ തന്നെ വേഗം വിളിക്കുക. ഇതെന്താടോ പുകയ്ക്കുള്ളിന്ന് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സാർ, ബിൽഡപ്പ് കുറച്ച് ഓവർ ആയിരിക്കുമെന്ന്. സർ, സത്യ റിപ്പോർട്ടിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. സേലത്തിൽ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഐമ്പുരം എന്ന ഗ്രാമത്തിലേക്കാണ് നിങ്ങൾ പോവേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ അല്ലേ ഇതിലുണ്ട്. ആ ഗ്രാമത്തിൽ തീവ്രവാദികൾ വന്നിട്ടുണ്ട് സർ. തീവ്രവാദികളൊന്നുമില്ല. കൂടുതൽ ഇമാജിനേഷനൊന്നും വേണ്ട. ആ ഗ്രാമത്തിൽ 9 മണിക്ക് ശേഷം എന്തോ പ്രോബ്ലം എന്നൊക്കെയാണ് പറയുന്നത്. നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചപ്പം ജാക്സൺ എന്നൊരു പ്രേതം വന്ന് പേടിപ്പിക്കാന്ന്. പ്രേതമാണോ സർ എന്നൊക്കെയാണ് ആ നാട്ടുകാർ പറയുന്നത്. അത് പ്രേതമാണോ മനുഷ്യനാണോ എന്ന് നീ വേണം കണ്ടുപിടിക്കാൻ. ഇതെന്താ പ്രേതം എന്നൊക്കെ പറയുന്നത്? എന്തായാലും ഒന്ന് നോക്കാം. ഓക്കെ സർ, ആ നാട്ടിലേക്ക് ചെന്നിട്ട് 2 ദിവസം കൊണ്ട് ഞാൻ എല്ലാം കണ്ടുപിടിച്ച് തരാം സർ. എന്തിന് 2 ദിവസം ആക്കണ്ട, 2 മാസം വേണേലും എടുത്തോ. ആർക്കും അർജന്റ് ഇല്ല. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സർ. അത് മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എവിടേക്കാ? വീട്ടിലേക്കാണോ? ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം. വാ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. സാരമില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യാന്നാ പറഞ്ഞേ. ഞാൻ പൊയ്ക്കോളാം, നിങ്ങൾ പൊയ്ക്കോ. അപ്പൊ വരില്ല അല്ലേ? ശരി, ഓക്കെ. ഹലോ, വീടിന്റെ വാതിക്ക് വേണ്ട, കുറച്ച് മാറ്റി നിർത്തിയാ മതി. എന്നാ കേറിക്കോ. അല്ല, അതെ, ഈയുടെ പേരെന്താ? വിജി. നല്ല പേരാട്ടോ. എന്റെ പേര് സത്യെന്നാ. ഇവിടുത്തെ സ്റ്റേഷൻ SI. മാസം 15,000 രൂപ ശമ്പളം. ഈ കേസ് ഒന്ന് കണ്ടുപിടിച്ചെന്ന് വെച്ചോ. എപ്പോ പ്രൊമോഷൻ കിട്ടിയത് ചോദിച്ചാ മതി. അതെന്ത് കേസാ? അത് പിന്നെ ഈ നാട്ടിലെ ജാക്സൺ എന്ന് പറഞ്ഞൊരുത്തൻ എന്തോ തരികട കാണിച്ച് നടക്കുന്നുണ്ടല്ലോ. അവന്റെ കട്ടയും പൊടം മടക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇവിടേക്ക് വന്നേ. അല്ല, ഇയാളെന്തോന്നും മിണ്ടാതിരിക്കുന്നേ? അയാളെ അറിയാവോ നിങ്ങക്ക്? ഒന്ന് വേഗം പോ. ഇതെന്താ അങ്ങ് വല്ലാതെ ഒതുങ്ങുന്ന ആള്? ഓ, ശ്മശാനം കണ്ടിട്ടാവും. ഇപ്പൊ കണ്ടോ എന്റെ വിദ്യ. അത് പിന്നെ ഇവിടെ എന്തിനാ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്? അയ്യോ, ഇത് ഞാനായിട്ട് നിർത്തിയതല്ല, തന്നെ നിന്നല്ലേ. വണ്ടി എടുക്ക്. എന്താ ഇത്? വണ്ടി കേടായി. വണ്ടി എടുക്കുന്ന പറഞ്ഞ ഞാൻ എങ്ങനെയാ എടുക്കുന്നേ? ഇയാൾ ആദ്യം വണ്ടി ഒന്ന് ഇറങ്ങിക്കേ.
വണ്ടി കേടായെന്നല്ലേ ഞാൻ പറഞ്ഞത്, ഒന്ന് ഇറങ്ങ്. നിങ്ങളെ ഈ ശ്മശാനം കഴിഞ്ഞിട്ട് ഒന്ന് നിർത്തി തരുമോ പ്ലീസ്? എനിക്കാകെ പേടിയാകുമോ? ഇയാൾ കൈയെടുത്തേ. 2 സ്റ്റെപ്പ് ബാക്ക്. ഓ, നമ്മളെടുത്ത കളി. ഇനി ഇയാൾ പിടിച്ചോളൂ. എന്തിന്? അതെ, ഇതൊരു ശ്മശാനമാണ്. ഓക്കെ ആണോ? അയ്യോ, പോവാം. ഇയാൾക്ക് ഇത്രയൊക്കെ പേടിയുണ്ടെങ്കിൽ ഇയാൾ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാ മതി. എനിക്കിത് ഒന്നും വേണ്ട, പ്രശ്നമൊന്നും. നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി ഇവിടുന്ന് ഞാൻ പൊയ്ക്കോളാം, നിങ്ങൾ പൊയ്ക്കോ. എന്താ പറയുന്നത്? ഇനി ശ്മശാനം ഉണ്ടെങ്കിലോ? ഞാൻ കൂടെ വരാമെന്നേ. വേണ്ട, ഏയ് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഷുവറാണല്ലോ? ഷുവറാ, പൊയ്ക്കോ. ഓക്കെ. അത് പിന്നെ സത്യ മറക്കല്ലേട്ടാ. നല്ല സിൽക്കിനെ പോലെ ഉണ്ടല്ലോ. എന്റെ ലക്ക് അത്രേ ഉള്ളേ. ചോളി के पीछे क्या है, ചോളി के पीछे. എൻ്റെ പേര് ശിവാനന്ദൻ, ഈ പഞ്ചായത്ത് പ്രസിഡന്റ്. ഐ എം സത്യ ഫ്രം CBI. SI എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഓ, അക്കാര്യം അറിഞ്ഞല്ലേ. CBIയില് SI. ഓ, അത് ശരി. വന്ന സ്ഥിതിക്ക് പൂജയിൽ പങ്കെടുക്കാം. അമുന്നേ, നമ്മുടെ നാട്ടിലെ ഒരു ജീവൻ എത്തിയിട്ടുണ്ട്. ആ ജീവനോ? ജാക്സൺ പ്രേതത്താൽ ഒരു അപകടം ഉണ്ടാകാതെ നോക്കണേ. ഈ പ്രാണൻ എങ്ങനെയാണോ ഈ നാട്ടിലേക്ക് എത്തിയത്, അതുപോലെ തന്നെ ഒരാപത്തും വരുത്താതെ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിക്കണേ. എന്താ ആപത്ത്? അന്നേ ഈ ജീവന് രക്ഷ നീ വേണം നൽകാൻ. അവിടെ നിന്ന് കാത്തുകൊള്ളണേ സ്വാമി, കാത്തുരക്ഷിക്കണേ. ഇങ്ങോട്ട് വാടാ ഭഗവാനെ, എന്റെ കുലദൈവമേ. സ്വാമി, ഇനി ഇയാളൊന്ന് കൈ നീട്ടിയ. കൈ നീട്ടാൻ. 102ാമത്തെ ചരടായി ഇയാളെങ്കിലും ജീവിക്കണേ. ഒരു കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം. ഈ നാടിന്റെ അതിർത്തി കടക്കുന്നത് വരെ ഈ ചരട് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാകണം. സൂക്ഷിക്കണം. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ ഉദ്ദേശം നടക്കുന്നത് വരെ മുതലാളിയുടെ വീട്ടിൽ താമസിച്ചാൽ മതി. ഇവൻ മണി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്താ ഇങ്ങനെ നോക്കുന്നേ? നമ്മുടെ പയ്യനാ. എന്ത് പറയാനാ? ഒന്ന് നിന്നേ. ആള് വളരെ ചെറുപ്പമല്ലേ, അതോർക്കുമ്പോഴായി മനസ്സിന് സങ്കടം തോന്നുന്നു. സാരമില്ല, കൊലദൈവം അവിടെ നിന്ന് എല്ലാം നോക്കിക്കോളൂ. നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ. കൂട്ടിക്കൊണ്ടുപോകണം. മൂത്രം ഒഴിക്കാൻ വേണ്ടി മാത്രം നാട്ടിൽ നിന്ന് പോന്നാന്ന് തോന്നുന്നു. ഇതെന്താ മൂത്ര ടാങ്കോ? ഇതിനെ മാത്രം വേണ്ട കേട്ടോ. മുഴുവനും കുശുമ്പാണല്ലോ. വെട്ടി ഇറക്കാം ഞാൻ. അതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നേക്കുന്നേ. അല്ല, ഈ ജാക്സൺ എന്ന് പറയുന്ന ആരാണ്? ഒന്ന് പതുക്കെ പറ. ജാക്സൺ പ്രേതം അങ്ങനെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ. നിന്റെ ബിൽഡപ്പ് ഒന്നും എന്റെ അടുത്ത് വേണ്ട. കാര്യം പറയടാ. ഞാനുള്ള കാര്യം പറഞ്ഞ് വിശ്വസിക്കാൻ പോവാ. അല്ല സാറേ, ഈ നാട്ടിൽ ഞാനാ സാറേ പത്രം കൊണ്ടിടുന്നത്. മലയാളം പേപ്പർ പോരാഞ്ഞിട്ട് 5 ഇംഗ്ലീഷ് പത്രം കൂടി ഞാൻ എടുത്തോണ്ട് വരാറുണ്ട് സാറേ. ഈ നാട്ടിലെ 5 പേര് ഇംഗ്ലീഷ് പേപ്പർ വായിക്കും. അയൻപുരോ സാറേ? അയൻപുരം എന്താ ലണ്ടനൊന്നും അല്ലല്ലോ. ഇംഗ്ലീഷുകാർ ജീവിച്ചിരുന്ന സ്ഥലമാ സാറേ. അത് മാത്രമല്ല, ടൗണിൽ നിന്ന് 5 ഇംഗ്ലീഷ് പേപ്പർ ഞാൻ എണ്ണിക്കൊണ്ട് വരും സാറേ. നമ്മുടെ പീറ്ററിന്റെ ചായക്കട വരുമ്പോ 4 പേപ്പറേ കാണത്തുള്ളൂ സാറേ. നീ കള്ളു പിടിച്ചിട്ടല്ലേ വരുന്നത്? അതുകൊണ്ടാ. അതൊന്നും അല്ല സാറേ, കറക്റ്റ് ആയിട്ട് എണ്ണിക്കൊണ്ട് വരും സാറേ. ഇതെന്താ സംഭവം അറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് പേപ്പർ ഇല്ലാതെ വന്നു. അതിനുശേഷം ജാക്സൺ പ്രേതം എന്നെ ശരിക്കും ഉരുട്ടി സാറേ. എന്നാൽ ഒരു കാര്യം, പിന്നീട് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. ഈ ഇംഗ്ലീഷ് പേപ്പർ എല്ലാം മോഷ്ടിക്കുന്നത് ആ ജാക്സൺ പ്രേതമാണെന്ന്. അന്ന് മുതൽ ഞാൻ ഇംഗ്ലീഷ് പേപ്പർ വാങ്ങി ബംഗ്ലാവിന്റെ ഗേറ്റിന്റെ അടി വെച്ചിട്ട് പോകും സാറേ. വെച്ച ഉടനെ അപ്പോഴേ വലിച്ചെടുത്തോണ്ട് പോകും സാറേ. പിന്നീട് കണ്ണു അടച്ചങ്ങ് ഓടും. പ്രേതം ഇംഗ്ലീഷ് പേപ്പർ വായിക്കുന്നോ? ഇംഗ്ലീഷ് പ്രേതം ഇംഗ്ലീഷ് പേപ്പറേ വായിക്കൂ, അല്ലാതെ മലയാളം പത്രം വായിക്കാൻ പറ്റുമോ? എന്നാൽ ഒരു കാര്യം പറയാം സാറേ, പ്രേതത്തിന് പത്രം കൊടുത്ത വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. നീ ഇപ്പൊ പറഞ്ഞ വീട് എവിടാ?
വീട് നീ പറഞ്ഞ പോലെ നല്ല ബിൽഡപ്പ് തന്നെയാ. പക്ഷെ നീ പറയുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ മോന്ത എങ്ങനെ ഇരിക്കുന്നത്? ഉള്ളത് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. വലിയ ആളല്ലേ? ഇവനെന്തെടുക്കുവോ? പേപ്പറോ? ഇനി ഈ പത്രം കൊണ്ടിട്ടെ. ആര്, ഞാനോ? പിന്നെ ഞാനോ? കൊണ്ടിടറാ. സാറേ എനിക്ക് പേടിയാ സാറേ. ഡോ, ഞാനിവിടെ നിൽക്കുന്നില്ലേ? ഓടാ. സാർ അവിടെ നിൽക്കും, പക്ഷെ ഞാനുണ്ടാകട്ടെ. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല സാറേ. എന്റെ അമ്മേ. സാറേ ഇപ്പൊ നോക്കിക്കോണം, പടക്കേത് മൂന്ന് കാണാം. കാണാം കാണാം. ഇന്നെന്താ പ്രേതം പത്രം എടുക്കാത്തത്? കാപ്പി കുടിക്കാൻ വല്ലതും പോയോ? പെട്ടെന്ന് എടുത്തോണ്ട് പോകേണ്ടതാണല്ലോ. ഇന്നെന്താ പ്രേതം പത്രം എടുക്കാത്തത്? എന്നത്തെ പോലെ നേരത്തെ പത്രം എടുക്കുന്നു. എന്തിനാ പ്രേതം? സാർ ഞാൻ രാവിലെ പത്രം വെച്ചതാ. ഒരുപക്ഷെ പത്രം രാവിലെ തന്നെ അരിച്ചു പെറുക്കി വായിച്ചു കാണുമോ? വീണ്ടും പോയി പത്രം എടുത്ത് വായിക്കാൻ നമ്മളെപ്പോലെ എന്താ വട്ടുമില്ലുണ്ടോ? ഡാ, നീ അടുത്തേക്ക് വന്നേ. സാർ എന്നെ അടിക്കില്ലല്ലോ. അടിക്കത്തില്ല, വാടാ. ഈ ലോകത്തില് പ്രേതവുമില്ല, പിശാശുമില്ല. എല്ലാം നമ്മുടെ മൈൻഡാ. മനസ്സിലായോ? അപ്പൊ മൈൻഡാണോ സാറേ പ്രേതം? ഓവറായിട്ട് സംസാരിക്കല്ലേ. എന്തിനാ സാറേ കോട്ടൂരിയത്? പ്രേതമായിട്ട് അടി വെക്കാൻ പോകണോ?